അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നാണ് ഡേ 3 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആൻഡ് ഇന്നാണ് നമ്മളുടെ ട്രെക്ക് സ്റ്റാർട്ടാകാൻ പോകുന്നത് ഫ്രം ലോഹാജങ്. ഓക്കെ, സമയം ഇപ്പോൾ രാവിലെ 7 മണി, 7:05 ആയിട്ടുണ്ട്. ഇതാണ് വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിലല്ല പറഞ്ഞത്. വേണ്ട, ഞങ്ങളിപ്പം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ കണ്ടില്ലേ? സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളു. മുമ്പിൽ കാണാൻ പറ്റും നല്ലൊരു തണുത്ത വ്യൂ. തണുത്തെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. പിന്നെ ആ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതാണ്ട് ഈ കാണുന്ന ഈ മലയുടെ അപ്പുറത്ത് കാണുന്ന മല മൊത്തം സ്നോ ക്യാപ്ഡാണ്. അപ്പം നമുക്ക് പക്ഷേ ഇന്ന് പോകേണ്ടത് ഈ സൈഡിലോട്ടുള്ള മലയിലോട്ടാണ്. അപ്പം എന്തായാലും നമ്മളിപ്പം ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങും ഇവിടുന്ന്. ഇത് കണ്ടില്ലേ, വീടിന് മുമ്പിൽ തന്നെ നല്ല മാതള നാരങ്ങ നിൽക്കുന്നു. ഐ ഹോപ്പ് ഇത് മാതള നാരങ്ങ തന്നെയാണ്. അങ്ങനെ ഫൈനലി സൂര്യൻ ഉദിച്ചു. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാവിലെ തന്നെ നല്ല തേയില വെള്ളം ഇട്ട് തന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് അവർ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുടിക്കാൻ നല്ല, ഈ തണുപ്പത്തെ ഇപ്പോൾ നല്ലൊരു ഇതുണ്ട്, റിലീഫുണ്ട്. അപ്പോൾ നമുക്ക് പോയി നസ വയ്ക്കാം. അപ്പോൾ നസ ചെന്ന് പറഞ്ഞ് കോൾ വന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട, അച്ചാർ, പോഹ. അപ്പോൾ അതായത് കഴിച്ചിട്ട് നമുക്ക് പോയി റെഡി ആവണം. അപ്പോൾ നമസ്കാരം. നമ്മൾ കണ്ട് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് നമ്മളുടെ ട്രെക്ക് ലീഡർ. പുറകിൽ ഗ്രൂപ്പ് തൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു 5-6-7 കിലോമീറ്ററിൻ്റെ ട്രെക്കാണ് ഇന്നത്തെ ഫസ്റ്റ് ഡേ. മോസ്റ്റ്ലി ട്രീ ലൈൻ കവർ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അതിന് സ്നോ ഒന്നും കിട്ടാനുള്ള ചാൻസസ് ഇല്ല. അല്ലെങ്കിൽ പൊതുവെ ഇവിടെ സ്നോ വീണിട്ടില്ല ഈ വർഷം. ജനുവരിയിലാണ് ലാസ്റ്റ് സ്നോ വീണ. ഇതിപ്പോൾ നമ്മൾ ഫെബ്രുവരി മിഡായപ്പോഴാണ് നമ്മൾ ട്രെക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പം ഇന്നത്തെ അപ്ഡേറ്റ്. പിന്നെ പകുതിക്കാട്ട് കൂടുതൽ വഴി നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് വില്ലേജിൻ്റെ അകത്തൂറാണ്. അതാണ് ലോഹാഗഞ്ച് വില്ലേജിൻ്റെ രാവിലത്തെ വ്യൂ. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കണ്ട ട്രെക്ക് റൂട്ട് സ്റ്റാർട്ടായി. കണ്ടില്ലേ, ഇതാണ്. कोई बात नहीं, मैं मोबाइल पे बोल रहा हूँ. കണ്ടില്ലേ, ഈ ഫ്ലവറിന്റെ ജ്യൂസാണ് ഇത്. रोडो क्या बोले आपने? रोडोडेंड्रो जूस आने एक और देना. ये ले पी ले, अपन 3 पैक कर देंगे क्योंकि आपने ഈ ചെടിയിലെ പൂവാണിത്. ഇതോട്ടം ഇത് എന്തായാലും ജ്യൂസ് കുടിച്ച് നോക്കാം. നമുക്ക് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടല്ലോ. हाँ पीते चलो. कैसा है चीज का? इसका कैसा है टेस्ट? बहुत अच्छा है, स्वीट है, थोड़ा सा टेस्ट भी है, लेकिन നല്ല ടേസ്റ്റ്, മധുരമുണ്ട്, ചെറിയ പുളിയുണ്ട്. आंटी जी इसको बनाते कैसे हो बताइए? ये हमने थोड़ा मार्केट ले जाते, वो लोग अच्छी तरीके से बनाते. हाँ, इसको बिल्कुल छानते, दिक्कत होता है. तो वो अंदर का जो है वो भी उसके साथ ही ना पूरा. हाँ, वो निकालना ठहरा. ये सेट करना पड़ता है. सिर्फ फूल के पत्ते? अच्छा, फूल से ही बनता है सिर्फ? केवल ओनली फूल पोलन उड़ जाते हैं इसमें से. अच्छा. और इसका फायदा क्या क्या है ये जूस का? वो हार्ड के लिए भी होता है, हार्ड के लिए जाता और गर्मी में मतलब ठंडी में प्रोटेक्ट करने के लिए भी होता है ना. हाँ, कोई दिक्कत नहीं. एनर्जी बढ़ाता है. അപ്പോൾ ട്രെക്ക് ദ ഹിമാലയസ് എന്ന ആദ്യത്തെ റിഫ്രഷ്മെന്റ് പഴം. ഇനിയുണ്ട് 2 അതുകൊണ്ട്
വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിൽ വന്നേക്കാണ്. ബ്രേക്ക് പോയിന്റ് എന്ന് പറയാം. ഇവിടുന്ന് ഞാൻ ഓർഡർ ചെയ്യാം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബേഗം ടോപ്പ്. ചെറിയൊരു മേഡമാണ്. അപ്പോൾ ഞാൻ പിന്നെയും തിരിച്ച് മുകളിലോട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇപ്പോൾ ഇനി ഇന്നത്തെ ബേസ് ക്യാമ്പിലോട്ടാണ് ഇന്നത്തെ യാത്ര. ഇനിയിപ്പോൾ അവർ വരുന്ന ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ ബാക്കിയേ ഉള്ളൂ. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ എത്തണം. പിന്നെ വേണ്ടില്ലേ ഓരോരോ ലെയർ ഉയരാൻ തുടങ്ങി. കാരണം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രീ ലൈൻ കുറഞ്ഞു വരും. മെഡോസാണ് കൂടുതൽ, ഓപ്പൺ മെഡോസ്. നല്ല എനർജി ഉണ്ട് ഇപ്പോഴും. ബാഗ് പിന്നെ ക്യാരി ചെയ്യാൻ ഈ പ്രാവശ്യം വലിയ ബാഗാണ്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. മുമ്പിൽ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീപ്പ് ഇൻക്ലൈൻ ഉണ്ട്. അതിനുവേണ്ടി തന്നെ ആൾക്കാരെല്ലാം നിന്ന് പതുക്കെ പോകുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകണം. അതാണ് ഇന്നത്തെ റൂട്ട്. കോണ്ടന്റ് ചകന്ന കഴിയണേ അല്ലേ. ഇവിടുന്ന് പതുക്കെ നമ്മൾ കയറി പോകണം. നല്ല സ്റ്റീപ്പാ, കല്ലുണ്ട് ഇവിടെ. എന്നിട്ട് വെള്ളത്തിന് സോഴ്സാണ്. മുകളിലാണ് വെള്ളം പറഞ്ഞ നമ്മുടെ ട്രക്ക് ഗൈഡ് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പുറത്താണ് മുകളിൽ കയറിയിട്ട് അതും താങ്ക് യു. എന്നിട്ട് മുകളിലോട്ട് കയറി പോകണം. ഓക്കെ, പിന്നെ നല്ല ട്രീ ലൈൻ കിട്ടിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇത് അവസാനത്തെ ട്രീ ലൈനാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുസ്ലിം മെഡോസേ കിട്ടാറുള്ളൂ. നല്ല സ്റ്റീപ്പ് കയറ്റമാണ്. മൂന്നാമത്തെ റെസ്റ്റ് പോയിന്റിലെത്തി. അപ്പോൾ ഈ ട്രിപ്പിൽ ഒരു നല്ല കാര്യമുണ്ട്, ഇഷ്ടംപോലെ റെസ്റ്റ് പോയിന്റ് ഉണ്ട്. ഇവിടെ തന്നെ നല്ലപോലെ ടീ ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്നാണ് നമ്മളുടെ ഇനിയിപ്പം ലാസ്റ്റ് അസെൻറ്റ് പോകേണ്ടത്. ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടാണ് അവിടെ ബേസ് ക്യാമ്പുള്ള ട്രീ ലൈനുണ്ട്. തണുക്കുന്നുമുണ്ട്, ചെറുതായിട്ട് ചൂട് കിടക്കുന്നുണ്ട്. ഓവറോൾ മിക്സ് ക്ലൈമറ്റ്, ഓസം ഫീലിംഗ്. ഇതാണ് രണ്ടാമത്തെ റിഫ്രഷ്മെന്റ്. എന്താ മിക്സ് ഫ്രൂട്ട് ഡ്രിങ്ക്. ഈ സ്ഥലത്ത് ഇതൊക്കെ കിട്ടാന്ന് പറഞ്ഞത് നല്ല കാര്യം. ഇപ്പൊ ഞാൻ ഉച്ചക്ക് 1 മണിയായി. നമ്മൾ രാവിലെ ഒരു 9:15 ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത 3 റെസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മളുണ്ട് ഫൈനലി ബേസ് ക്യാമ്പിലെത്തി. ഇത് ഇന്നത്തെ ബേസ് ക്യാമ്പാണ്. യെല്ലോ ഓറഞ്ച് കാണുന്നതൊക്കെ ടെൻറ്റാ. പിന്നെ വാഷ്റൂംസ് റെസ്റ്റ് റൂംസ് ഒക്കെ വേണ്ട ആ സൈഡിലാണ്. നമ്മൾ ട്രീ കവറുള്ള കാരണം നല്ല തണുപ്പായിരിക്കും. ഇനി എന്തായാലും സാധനം എല്ലാം ഓഫ്ലോഡ് ചെയ്ത് നമുക്ക് പിന്നെയും വേണ്ട. സാധനം എല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്ട്രെച്ചിങ് ചെയ്യാൻ പോകണം. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ ഒരു ലേസി ഈവനിങ് ആണ്. ഞങ്ങൾ ആക്ച്വലി 1 മണിയായപ്പോൾ എത്തിയായിരുന്നു. പിന്നെ ലഞ്ച് കഴിച്ച് ഇച്ചിരി നേരം അവിടെ ഇവിടെയൊക്കെ നിന്നു. ഇപ്പം വേണ്ടേ നോക്കിക്കഴിഞ്ഞാൽ സൺലൈറ്റ് പോയി. സൺലൈറ്റ് അല്ല, സൂര്യപ്രകാശം പോയി. അതും പറയാൻ പറ്റത്തില്ല. സൂര്യപ്രകാശമുണ്ട്, പക്ഷെ ഡയറക്റ്റ്ലി ഹിറ്റാവുന്നില്ല. അപ്പം തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വേണ്ടേ ഗ്ലൗസും ക്യാപ്പും പിന്നെ നമ്മളുടെ എക്സ്ട്രാ ലെയറിങ് ഓഫ് ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടായി പോയി നിൽക്കുന്നത്. ഇത്ര നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ടെമ്പറേച്ചർ ഇനിയും തണുക്കാനുള്ള പോസിബിലിറ്റിയാണ്. ഇപ്പം അങ്ങനെ സ്നാക്സിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ചായയും ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിരിക്കും. കാരണം ട്രെക്കിൽ എന്തായാലും നമുക്ക് അധികം ഒന്നും തിന്നാനും എന്തായാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വാഷ്റൂംസ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് കാണുന്നത് കണ്ടേ, ഈ കാണുന്ന വാഷ്റൂം അല്ല, ഈ ബ്ലൂ കളറിൻ്റെ അതാണ് വാഷ്റൂം.
അതിനകത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യണമെങ്കിൽ പോലും ഒരു കുഴി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണിടണം. അതാണ് ഇവിടുത്തെ ടെൻറ്റ്. പിന്നെ അത് ഇഫ് യു കം ഫോർ ക്യാമ്പിങ്, ഇഫ് യു കം ഫോർ ദിസ് ഹൈക്കിംഗ് ട്രിപ്പ്, ദാറ്റ് ഈസ് വാട്ട് യു ഗോണ ഗെറ്റ്. ഈ സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ ലഞ്ച് കം സ്നാക്സ് കം ബ്രേക്ക്ഫാസ്റ്റ് ടെൻറ്റ്. അപ്പോൾ അതിനകത്ത് പോയിട്ട് വേണം നമുക്ക് ചായ എല്ലാം കുടിക്കാൻ. അപ്പം ഇപ്പോൾ ചായ കുടിച്ച് നമ്മൾ അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് വന്നേക്കാം. ഇതൊരു ആക്ച്വലി ടേബിൾ ടോപ്പാണ്, കണ്ടില്ലേ? ഇവിടുന്ന് നേരെ വാലിയുടെ വ്യൂ. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയി നിങ്ങളെ കാണിക്കാം. അതെ, ഇതാണ് ടേബിൾ ടോപ്പ്. ചെറിയൊരു ഏരിയയാണ്, പക്ഷെ നല്ല കിടിലൻ വ്യൂ ഉണ്ട്. ഇവിടുന്ന് വ്യൂ കാണിച്ചിടാം. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ എന്താ ടെൻറ്റിൽ വന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് 4 പീപ്പിൾ ടെൻറ്റാണ്, പക്ഷെ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. സ്ലീപ്പിംഗ് ബാഗും ഇന്നർ ലൈനേഴ്സും എല്ലാം അവർ തന്നെ തന്നെ. അപ്പം കുഴപ്പമില്ല, തണുപ്പ് എന്നാൽ സഹിച്ചോളൂ. ഇപ്പം ഇനി രാത്രി തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളത്തെ വീഡിയോയിലേക്ക് കാണാം. അപ്പം വരെ ബൈ.